ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇന്ന് നേരെ പോകുന്നത് പൊന്നൂസിൻ്റെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാനാണ് കേട്ടോ. എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ വഴിയെ പറയാവേ. അപ്പോൾ പൊന്നൂസിന് നേരെ പോയി വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഐ ഡി കാർഡിൻ്റെ ഫോട്ടോ എടുപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവളുടെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് ആൾ നല്ല ഹാപ്പി ആയിട്ട് എന്നോട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്കും നല്ല മഴക്കോളായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ വന്ന മഴക്കോളായതുകൊണ്ട് തന്നെ അത്രയും നേരത്തെ തന്നെ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ബസ്സിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നു വെയിറ്റിംഗ് ഷെഡിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അപ്പോൾ പൊന്നൂസിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കാണ്ട് കേട്ടോ. 5 വയസ്സായിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇന്നത്തെ ഇഞ്ചക്ഷൻ പൊന്നൂസിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ വന്നിട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ OP ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്ത് നേരെ വന്ന് അപ്പോൾ നേഴ്സുമാർ വെയിറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളുടെ ചെറിയതാണ്ട് ഈ കുഞ്ഞ് ജനിക്കുന്ന സമയം മുതലുള്ള ബുക്കുണ്ടല്ലോ അതെല്ലാം കൊണ്ട് ചെല്ലണമായിരുന്നു. അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തു കഴിഞ്ഞ് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ സമയം നല്ല പനിയും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഒരു ക്യൂട്ട് ബേബീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ അവിടെ നിന്ന് ആ ഊന്നൊക്കെ ആക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൈ പിടിച്ച് വെച്ച് കുറേ നേരം കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പൊന്നൂസിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് അല്ലെങ്കിലും കുഞ്ഞു മാമാരെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിപ്പോഴൊന്നും തോരാൻ മനസ്സിലാന്നുള്ള രീതിയിലായിരുന്നു മഴ പുറത്ത് തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ അരമണിക്കൂർ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അകത്തോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആധാർ കാർഡും പ്രൂഫും കാര്യങ്ങളെല്ലാം അവർക്ക് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ടാബ്ലറ്റൊക്കെ ആ ബുക്കൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ അപ്പോഴത്തേക്ക് ഒരുവിധം മഴയെല്ലാം ശമിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നേരെ ഇറങ്ങി ഞങ്ങൾ തിരികെ ബസ് സ്റ്റാൻഡിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ബൈ.